ഹായ് ഹലോ എല്ലാവർക്കും നച്ചൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുമെന്ന്. അപ്പോൾ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് കാണാം നമുക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ സെയിൽ ചെയ്ത നൈറ്റി മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ അതിലാണ് തയ്ക്കുന്നത്. ഇത് ഒരു 290 അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ലെങ്ത് നമുക്ക് ടോട്ടൽ വേണ്ടത് 44 ആണ്. 44 ആണ് നമുക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് ഫ്രില്ലിനായിട്ട് ഒരു 8 ഇഞ്ച് വീതിയുള്ള ഫ്രില്ലാണ് വെക്കുന്നത് താഴ്ഭാഗത്ത്. അപ്പോൾ ആ 8 ഇഞ്ച് നമുക്ക് ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പം 44 നിന്ന് 8 ഇഞ്ച് പോകുമ്പോഴത്തേക്കും 36 കിട്ടും. അപ്പോൾ ഈ 36-ൽ നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡർ വേണം. പിന്നെ നമുക്ക് ഫ്രില്ലുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന 1/2 ഇഞ്ച് കൂടി വേണം. അങ്ങനെ നമുക്ക് ടോപ്പിൻ്റെ ഇറക്കം നമുക്ക് 37 വേണം. ഇനി നമുക്ക് ഫ്രില്ല് നോക്കാം. ഫ്രില്ല് 8 ഇഞ്ചാണ് വേണ്ടത്. ആ 8 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് ഈ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന 1/2 ഇഞ്ച്, അപ്പോഴ 1/2 ഇഞ്ച് പോവും ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ. പിന്നെ താഴ്ഭാഗം, ഫ്രില്ലിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ച്. അപ്പോൾ 9.5 ഇഞ്ച് വരും. ടോട്ടൽ 9.5 ഇഞ്ച് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ലെങ്തിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ടോപ്പിന് 37ഉം ഫ്രില്ലിൻ്റെ ഭാഗം നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 9.5 ഇഞ്ചും വേണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ട അളവ്. ഈ തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ 3 പാർട്ടായിട്ടാണ് എടുക്കുന്നത്. 9.5 ഇഞ്ച് വീതമാണിത്. ഈ 3 പാർട്ടും നമ്മൾ നൈറ്റിയുടെ ഒരു സൈഡിൽ, മെറ്റീരിയലിൻ്റെ ഒരു സൈഡിലായിട്ട് 9.5 അങ്ങനെ 3 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഫ്രില്ലിനാണ്. താഴ്ഭാഗത്ത് ഫ്രില്ല് വയ്ക്കുമ്പോഴാണ് ഒരു ഫ്രോക്ക് നൈറ്റിക്ക് ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 3 പാർട്ടായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ആദ്യമേ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ 3 പാർട്ട് എടുക്കുവാണ് കട്ട് ചെയ്ത്. അടുത്തത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 3 പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ മെറ്റീരിയലിൻ്റെ ഉൾവശമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചീത്ത വശമാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ബാലൻസ് ഉള്ള 2 മീറ്റർ അല്പം കൂടി വരും. അത് ഞാൻ ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. 2 ഫോൾഡഡ് സൈഡാണ് ഇവിടെ ഉള്ളത്. അപ്പുറത്തെ ഭാഗത്ത് 4 ഓപ്പൺ സൈഡും ഉണ്ട്. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഈ മടക്ക് വശത്തു നിന്നാണ് നമുക്കിനി മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ്. ഒരുപാട് വൈഡ് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമറാണ്. അപ്പോൾ അതുകൊണ്ട് 2.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. അതിന് മുന്നേ ഞാൻ മുകളിലായിട്ട് 1/2 ഇഞ്ച് ഷോൾഡറിന് നമുക്ക് മാർക്ക് ചെയ്യുവാണ്, 1/2 ഇഞ്ച്. ഇനി നമുക്ക് ഇതിൽ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യാം. അത് തന്നെ ആം ഹോളും മാർക്ക് ചെയ്യാം, 7 ഇഞ്ച്. ഇതുപോലെ താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ നമുക്കൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് കൊടുക്കേണ്ടത് 2.5 ഇഞ്ചാണ്. അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് നമുക്കിതുപോലെ ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഫ്രണ്ട് നെക്കിന് ഞാൻ യു ഷേപ്പ് അല്ല കൊടുക്കുന്നത്, ഒരു യുവും വിയും ചേർന്ന പോലെ ഒരു ഷേപ്പാണ് കൊടുക്കുന്നത്. ചെറുതായിട്ടൊരു സ്ലോപ്പ് പോലെ വന്നിട്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ് കൊടുക്കുന്നത്. താഴ്ഭാഗത്ത് വിയും മുകളിലേക്ക് വരുമ്പോൾ യുവും ഈ ഒരു ഷേപ്പാണ് കൊടുക്കുന്നത്. അല്പം ഞാൻ വരച്ചപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോയി, അത് നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കുക. ഇനി നമുക്ക് ബാക്ക് നെക്ക് 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 2.5 ഇഞ്ചിൽ ഒരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം നമുക്കൊരു യു, ബാക്കിൽ യു തന്നെയാണ് കൊടുക്കുന്നത്. ഇതുപോലെ യു മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ചെസ്റ്റ് വേണ്ടത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു. 10 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ നമുക്ക് ഷേപ്പ് ലെങ്ത് 13 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇവിടെ വന്ന് ഇതിൻ്റെ ഹാഫ് കണ്ടതിന് ശേഷം ഇതുപോലെ ആം ഹോളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. ആ 8 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. 8.5 ഇഞ്ചാണ് വേണ്ടത്. ആ 8.5 ഇഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട്. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത് കൊടുക്കുന്നത് 13 ഇഞ്ചാണ്. അവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കാം. എന്നിട്ട് ഇവിടെ എത്രയാണോ അതും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം. ഇവിടെ നമുക്ക് 9 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ആ ഭാഗം 20 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ആ 20 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ഒരു ലൈൻ കൊടുക്കാം. നമുക്ക് സ്ലിറ്റ് മാർക്ക് ചെയ്യാതെ താഴത്തേക്കൊരു സ്ലോപ്പായിട്ട് മാർക്ക് ചെയ്താലും മതിയാവും. പക്ഷെ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലിറ്റിൻ്റെ ആ ഭാഗം 20 ഇഞ്ചിൽ ഒരു ലൈൻ കൊടുക്കുന്നത്. ഇപ്പോൾ തയ്യൽ അറിയാത്തവർക്ക് നിങ്ങൾക്ക് കണ്ട് തയ്ക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓരോ അളവുകളും പറഞ്ഞു തരുന്നത്. നമ്മൾ അല്ലാണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വേഗത്തിലും കട്ട് ചെയ്ത് പോവും. ഇവിടെ ഈ സ്ലിറ്റിൻ്റെ ആ ഭാഗം 11 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുകയാണ്. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് ഉപകാരപ്പെടണം എന്നുള്ള രീതിക്കാണ് നമ്മൾ ഫുൾ അളവുകളും എല്ലാം പറഞ്ഞ് സ്ലോലി കട്ട് ചെയ്യുന്നത്. നമുക്കിത് ചേർത്ത് വരച്ചു കൊടുക്കാം. അറിയാവുന്നവർക്ക് ഒരു ബോറടിയായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. അറിഞ്ഞുകൂടാത്തവർ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് തയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഷോൾഡർ സ്ലോപ്പും കൂടി ഒരു 1/2 ഇഞ്ച് കൊടുക്കുവാണ്. നമ്മൾ ഈ ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ അധികം ഒരു ലൂസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇറക്കം മാർക്ക് ചെയ്യാം. നമുക്ക് വേണ്ടത് 37 ഇഞ്ചാണല്ലോ. ആ 37 ഇഞ്ചിൽ ഒരു 36.5 മാർക്ക് ചെയ്യാം. ഷോൾഡർ നമ്മൾ 1/2 ഇഞ്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ 36.5 ഇതുപോലെ മാർക്ക് ചെയ്യുക. ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമുക്ക് സൈഡിലായിട്ട് ഒരു 1.5 ഇഞ്ചിൽ ഒരു സ്ലോപ്പ് കൂടി കൊടുക്കാം. ചരിച്ച് മാർക്ക് ചെയ്യാം. ആ സൈഡ് ഇങ്ങനെ തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്ന സമയത്ത്. ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് നമ്മൾ ആ സ്പ്ലിറ്റിൻ്റെ ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് നമുക്ക് ചരിച്ച് നമ്മൾ എ ലൈൻ കുർത്തിയിലൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ അങ്ങ് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് എൻ്റെ വരെ മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതിൽ പിന്നെ അളവുകളെല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഭാഗത്ത് അല്പം കുഴിച്ച് മാർക്ക് ചെയ്യാം. ഒരുപാട് നമുക്ക് നമ്മൾ ബ്ലൗസ് പോലെയോ ചുരിദാർ പോലെയൊന്നും അത്രയും കുഴിച്ച് മാർക്ക് ചെയ്യേണ്ടതില്ല. അല്പം നമുക്കൊരു 4 ഇഞ്ച് മതിയാവും. അത്രയും നമുക്ക് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബേക്ക് നെക്ക് മാത്രമേ രണ്ടിലും കട്ട് ചെയ്യാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 പാർട്ടായിട്ട് എടുത്തതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ നെക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മാറിപ്പോകരുത്. അല്ലെങ്കിൽ ബേക്ക് ലെങ്ത്ത് കൂടിപ്പോവും, നെക്കിൻ്റെ ഇറക്കം. അതിനുശേഷം ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പാർട്ട് എടുത്ത് ഫ്രണ്ട് പാർട്ട് മാത്രമായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളിത് ഒരുമിച്ച് നെക്കും പിന്നെ ആം ഹോളും കട്ട് ചെയ്യരുത്. ഒരു പാർട്ട് മാറ്റിയിട്ടേ കട്ട് ചെയ്യാവൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോസ് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്തേക്കണേ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാർട്ട് മാത്രം മാറ്റിയതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുകയാണ്. ബാക്ക് പാർട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നു. അതുപോലെ ആം ഹോളും കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആം ഹോളും കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊന്ന് സ്ലീവ് കട്ട് ചെയ്യാം. ബാലൻസ് ഇത്രയാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട ഇറക്കം 8 ഇഞ്ചാണ്. 7 ഇഞ്ചാണ് വേണ്ടത്. അതിൽ 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് 7.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലീവും
തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അരയിഞ്ച് തയ്യൽ തുമ്പ് വേണമല്ലോ, അപ്പോൾ അതിനാണ്. ഇത് നമുക്ക് വണ്ണം വേണ്ടത് 9 ഇഞ്ചാണ്. അപ്പോൾ ആ ഭാഗം കിട്ടാത്തത് കൊണ്ട് 8.5 ഇഞ്ചാണ് വേണ്ടത്. ആ ഭാഗം നമുക്ക് ഇതുപോലെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആ ടേബിളിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ ടേബിളിൽ ഒന്നിങ്ങനെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഉള്ളിലേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് മുമ്പ് നമുക്കിവിടെ 5.5 ഇഞ്ചാണ് വേണ്ടത്. ഇപ്പം നമുക്കിവിടെ ഇവിടെ എത്രയാണോ നമുക്ക് ഒരു 3.5 ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇവിടെ ഇതുപോലെ 8.5 ഇഞ്ചാണ് വേണ്ടത്. ആ 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. അതിനുശേഷം നമുക്കിതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി താഴ്ഭാഗത്ത് ഞാൻ ഒരു 3 ഇഞ്ച് അധികം ഇടുകയാണ്. നമുക്കത് ഒരു ഇലാസ്റ്റിക് വയ്ക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ അല്പം അധികം ഇട്ടത്. ഇനി അതുപോലെ സ്ലീവിൻ്റെ ഈ മുകൾ വശത്തായിട്ട് നമുക്ക് പിന്നെ ഒരു ചെറിയ ഒരു കുഞ്ഞ് പ്ലീറ്റ് കൂടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതുകൂടി ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. ഒരു 3.5 ഇഞ്ചിലേക്ക് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. ഒരു കുഞ്ഞ് 2 പ്ലേറ്റ് എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 3 മീറ്ററിൽ അധികമൊന്നും ബാക്കി വരത്തില്ല. കുറച്ച് മാത്രമേ നമുക്ക് ബാലൻസ് മെറ്റീരിയൽ വരത്തുള്ളൂ. അപ്പോൾ ഈ ഫ്രോക്ക് നൈറ്റിയൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് തയ്ച്ചിടാനും പുറത്ത് നമുക്ക് തയ്ച്ചു കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മളുടെ ഓരോ ഐഡിയാസ് അനുസരിച്ച് നമുക്ക് ഭംഗിയായിട്ട് തയ്ച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാലൻസ് ഉള്ളതിൽ നിന്ന് നമുക്ക് നെക്കിൽ വെക്കാനായിട്ട് ഒരു പാർട്ട് നമുക്ക് ഒരു മോഡലായിട്ട് വെക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ ഇതുപോലെ ഞാൻ 2 പീസ് കിട്ടാത്തതുകൊണ്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. വീതിക്ക് കിട്ടാത്തതുകൊണ്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നെക്ക് ഇതുപോലെ ചേർത്ത് വയ്ക്കുക. അതിന് മുന്നേ ഈ മടക്കിൻ്റെ ഈ വശത്ത് നമുക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിന് ശേഷമാണ് അതിൻ്റെ അപ്പുറത്തേക്കാണ് നെക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ നെക്ക് വിട്ട് നമ്മൾ കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കണം. അത് മാർക്ക് ചെയ്തതിന് ശേഷം വേണം ആ ഭാഗം ചേർത്ത് വയ്ക്കാനായിട്ട്. നെക്ക് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അതേ അളവിൽ നമുക്ക് കിട്ടുകയുള്ളൂ. എന്നിട്ട് ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് അല്ലേ മാർക്ക് ചെയ്തത്. ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് അതേപോലെ മാർക്ക് ചെയ്ത് ഈ നെക്കിൻ്റെ അതേ ഷേപ്പിൽ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നമുക്കതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നതിന് മുൻപ് കുറച്ച് അളവ് കൂടെ മാർക്ക് ചെയ്യാനുണ്ട്. ഇതിൽ ഈ ഭാഗത്ത് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. അതിനുശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ 3.25 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ എൻഡിൽ ഈ ഭാഗത്ത് വരുമ്പോൾ 3.5 മാർക്ക് ചെയ്യണം. അതിൻ്റെ ഒരു മോഡൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ സൈഡിൽ വരുമ്പോൾ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ നമുക്ക് ഇതുമായിട്ട് 3.5 മാർക്ക് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തതുമായിട്ട് നമുക്ക് ചേർത്ത് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ ആദ്യം 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ മടക്ക് വശം, ആ ഭാഗത്തു നിന്നും അപ്പുറത്തേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം. ആ 1/2 ഇഞ്ചിൽ അപ്പുറത്തേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തില്ലേ ഈ പോയിന്റിലേക്ക് ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കി ഭാഗത്തൊക്കെ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് നമ്മൾ 3, 3.25, 3.5 കട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ കൂടി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. നമ്മൾ തയ്ച്ചുള്ളിലേക്ക് മറിച്ചിടുമ്പോൾ
അതിന് വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എങ്കിലേ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഞാനിടുമ്പോൾ അറിയത്തുള്ളൂ. ഇതുപോലെ നമുക്ക് തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ അറിയത്തുള്ളൂ, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കിയാണ് ഇട്ടേക്കുന്നത്, അപ്പോൾ 2 പീസാണുള്ളത്. ഇനി ഇതുപോലെ 2 പീസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ കോളറൊക്കെ തയ്ക്കുന്ന പോലെ തയ്ച്ച് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അത് സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തു, നെക്കിൻ്റെ അതേ ഷേപ്പിൽ. ഇതിപ്പോൾ 2 പീസാണുള്ളത്. ഇനി ഇതുപോലെ 2 പീസ് കൂടി നമുക്ക് ബാലൻസ് ഉള്ള മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം അതിന് പുറത്തേക്ക് വെച്ച് കൊടുത്ത് നമുക്കതുപോലെ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ സെയിം ആയിട്ട് മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യുക. ഇതുപോലെ ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് പാർട്ടിലാണ്, അത് മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്കിൽ വെക്കുന്ന ഓരോ മോഡലും ഡിസൈനും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് വെക്കാം. കട്ടിങ് വീഡിയോ മാത്രം ഇത് തന്നെ ഫോളോ ചെയ്യുക, ബാക്കി നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ. ഇതിപ്പോൾ നെക്കിൽ ഇങ്ങനെ വെക്കാനായിട്ടാണ്. അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. നൈറ്റി മെറ്റീരിയലൊക്കെ സെയിൽ ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെയും ഒരു വരുമാനം സമ്പാദിക്കാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു മെറ്റീരിയലിൽ നിന്ന് പൈപ്പിംഗ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വെക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പാർട്ടിൽ വെക്കാമെന്ന് വെച്ചാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.